വാർത്തകൾ വിശദമായി. മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ കാലാവധി സർക്കാർ 3 മാസത്തേക്ക് നീട്ടി. വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധിയാണ് നീട്ടിയത്. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് സർക്കാർ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചത്. 3 മാസമായിരുന്നു കമ്മീഷന്റെ കാലാവധി. ഇന്നലെ കാലാവധി അവസാനിച്ചു. തുടർന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം കമ്മീഷന്റെ കാലാവധി നീട്ടി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. റിപ്പോർട്ട് പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് കാലാവധി നീട്ടി നൽകുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ മുനമ്പത്തെ തീരദേശ ജനതയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക്. സമരഭൂമിയിൽ പയറ്റിത്തെളിഞ്ഞ മുനമ്പം ജനത എറണാകുളം MP ഹൈബിയുടെ ഓഫീസിലേക്ക് മാർച്ച് 4-നാണ് മുനമ്പം MPക്ക് 610 കുടുംബാംഗങ്ങൾ ഒപ്പിട്ട ഭീമഹർജിയുമായി സമരക്കാർ എത്തുന്നത്. വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കാൻ MP പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് റാലിയുമായി പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒപ്പിട്ട ഹർജി MPക്ക് കൈമാറുന്നത്. മുനമ്പം ജനത ജയിപ്പിച്ചുവിട്ട ഹൈബീഡനെ തൃശങ്കുവിൽ നിർത്തുന്ന രീതിയാണ് മുനമ്പക്കാർ സ്വീകരിക്കുന്നത്. തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്കൊപ്പം നിൽക്കുമോ അതോ അവർക്കെതിരെ നിൽക്കുമോ എന്നുള്ളതും ഏറെ ചർച്ചാ വിഷയമാകും. ഹൈബീഡൻ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് നോക്കുകയാണ് മുനമ്പത്തെ ജനത. 5 ബസ്സുകളാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. മുൻ പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശബ്ദമുയർത്തിയതിനാലാണ് ഹർജിയുമായി സമരക്കാർ MPയുടെ മുന്നിൽ നേരിട്ടെത്തുന്നത്. സമരം 140-ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ വളരെ ശക്തമായാണ് മുനമ്പം ജനത മുന്നോട്ടു പോകുന്നത്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷവും മുനമ്പം ജനതയുടെ MPയും അവർക്കൊപ്പം നിലകൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തെ തീരദേശ ജനത.